ഇന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി CK അഭിലാൽ ഇപ്പോൾ ഉണ്ട്. അഭിലാലിന് മിനിസ്റ്ററുമായി സംസാരിക്കണം. കാരണം ആ സ്പോട്ടിൽ പോയി അവിടുത്തെ വിവരങ്ങളൊക്കെ രാവിലെ മുതൽ സങ്കടകരമായ ഒരു അന്തരീക്ഷമാണ്. അവിടുത്തെ രാവിലെ മുതൽ ആ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന അഭിലാലാണ്. അഭിലാലാണ് എനിക്കറിയാവുന്ന സ്ഥലം. അതെ അതെ, അഭിലാൽ കേൾക്കാമോ? മിനിസ്റ്ററുണ്ട്, ചോദിക്കാം. മിസ്റ്റർ നമസ്കാരം. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ഏറ്റവും അവസാനം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായ റീച്ച് എന്ന കോന്നിയാണ്. ഈ മേഖലയിൽ സമീപകാലത്ത് 2.5 മാസക്കാലയളവിനിടയിൽ 20-ലധികം അപകടങ്ങൾ ഉണ്ടാകുന്നു. 6 പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു. ഒപ്പം തന്നെ 30-ലധികം ആളുകൾ പരിക്കേറ്റവരായുണ്ട്. മറ്റ് മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രദേശത്ത് മാത്രം ഇത്രത്തോളം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് ഒരു പ്രത്യേക കാരണം തന്നെ സംശയിക്കാവുന്നതാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതിനാൽ മെയിനായിട്ട് ഈ റോഡ് നന്നായി എന്നുള്ളതാണ്. റോഡ് നന്നാകുമ്പോൾ വാഹനങ്ങൾ വല്ലാതെ സ്പീഡ് കൂട്ടുകയും അശ്രദ്ധമായി ഓടിക്കുകയും ചെയ്യണം. പല വാഹനങ്ങളും വളരെ സ്പീഡിൽ വരികയും റോഡിൻ്റെ റൈറ്റിലേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട്. അതിന് നടുവിലൊരു ലൈനുണ്ട്. ആ ലൈൻ പാലിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇത്രയും അപകടം സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇത്രയും പറയുമ്പോൾ, ഈ റോഡിൽ വണ്ടി ഓടിക്കുന്നവർ അല്ലെങ്കിൽ കേരളത്തിൽ ഏത് റോഡിലുള്ള വണ്ടി ഓടിക്കുന്നവരും ഇന്ന് മുതൽ ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് കൺട്രോൾ ചെയ്യൂ. നമ്മൾ ഈ വേഗത കൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇട്ടട്ടെ, ഞാൻ വളരെ ചെറുപ്പം മുതൽ നല്ല വേഗതയിൽ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. ജീവിച്ചിരിക്കുന്നല്ലോ എന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. കാരണം അത്രയും നല്ല വേഗതയിൽ വണ്ടി ഓടിച്ച് അത് നന്നായില്ല. ഇപ്പം ഞാൻ ഒരു 80 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതോട് യോജിക്കുന്ന ആളല്ല. കാരണം കേരളത്തിൽ അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം. അതാണ് വണ്ടിയിലിരിക്കുന്നവർക്കും ഓടിക്കുന്നവർക്കും സമാധാനം, നാട്ടുകാർക്കും അതാണ് സമാധാനം. അതിൽ കൂടുതൽ വേഗത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനത് ഇപ്പോഴും എൻ്റെ ഡ്രൈവർമാരോട് പറയേണ്ടത്, 80-ൽ നിന്ന് അതിൽ കൂടുതൽ പോകണ്ടാകൊണ്ടില്ല. കൂടുതൽ പോകാൻ പേടിയൊക്കെ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടായിരിക്കത്തില്ല, ഇപ്പോൾ കുറച്ചുകൂടി ഒരു പക്വത വന്നുകൊണ്ടായിരിക്കും നമുക്കത് വേണ്ട എന്നുള്ളൊരു ചിന്ത. ഒരു കാര്യം ആലോചിക്കും, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നവരാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ തന്നെ ചോദിക്കണം, ഈ പ്രേക്ഷകരും കേൾക്കുമ്പോൾ ചിന്തിക്കുക. ഒരു വാഹനം വളരെ അത്യധികമായ സ്പീഡിൽ വളരെ എല്ലാ വണ്ടികളെയും ഓവർടേക്ക് ചെയ്ത് വളരെ സ്ട്രെയിൻ എടുത്ത് പാഞ്ഞ് എറണാകുളത്ത് ചെന്നാൽ പരമാവധി 4 മണിക്കൂർ കൊണ്ട് ചെല്ലും. പക്ഷേ മര്യാദയ്ക്ക് സാവകാശം അതിൻ്റെ ഓർഡറിൽ ഓടിച്ച് പോയാൽ 4 മണിക്കൂറുണ്ട്. അരമണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ കൂടുതൽ ഒരു നേട്ടവും നമുക്ക് ഈ ഓട്ടം കൊണ്ട് കിട്ടില്ല. പക്ഷേ ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് നേരത്തെ ഓടിയെത്താൻ ശ്രമിക്കുന്ന ആളിൻ്റെ ആരോഗ്യം, ബ്ലഡ് പ്രഷർ, അദ്ദേഹത്തിൻ്റെ വയറ്റിലുള്ള അസിഡിറ്റി, ഇതെല്ലാം വർദ്ധിക്കും. കാരണം വെപ്രളം കൊണ്ട്. കാരണം ഭയങ്കര ഒരു സ്ട്രെയിൻഫുൾ ജോബാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ അരമണിക്കൂറിന് വേണ്ടി മരണം വിളിച്ചു വരുന്നത്? നിങ്ങളുടെയും റോഡേ പോകുന്നവരും എപ്പോഴും മരിക്കാം. കാരണം അവരെയും കൺസിഡർ ചെയ്യണം, റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരെയും. പിന്നെ ഈ റോഡ് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ പോകണം, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കുക. ഓട്ടോറിക്ഷകളുണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകും. ഒരു ഉദാഹരണമാണ്, പെട്ടെന്ന് അങ്ങ് തിരിയാൻ ഇൻഡിക്കേറ്റർ ഇടത്തില്ല, ഒന്നും വേണം. ഇത് ഇന്ന് തുടങ്ങിയ സംസ്കാരമല്ല. എന്താ, ഡ്രൈവിങ്ങിന് ഒരു കൾച്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. ഡ്രൈവിങ് പഠിപ്പിച്ചവന് വിവരമില്ലാത്തതുകൊണ്ടും അവൻ അന്തസ്സായിട്ട് പറഞ്ഞു കൊടുക്കാത്തതാണ്. ഓട്ടോറിക്ഷ തിരിയുന്നതിന് മുമ്പ് തല പുറത്തേക്ക് ഇട്ട് അവിടുന്ന് വണ്ടി വരുന്നത് നോക്കിയിട്ട് തിരിഞ്ഞാൽ പോരെ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഇരുവശവും നോക്കുക. ചില ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാണ്. വേണമെങ്കിൽ വേഗത്തിൽ വരുന്നൊരു വാഹനം മാറിപ്പോയിക്കോട്ടെ എന്ന ചിന്തയോടുകൂടി എത്രയോ ആളുകളെ നമുക്ക് കാണാം. നമ്മൾ തന്നെ കാറിൽ പോകുമ്പോൾ വെറുതെ ഒരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്യൂ. റോഡിൽ റെയിൽവേ ട്രാക്കിൽ നിന്ന് മൊബൈൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് മൊബൈൽ ഫോണിൽ സംസാരിച്ച് ട്രെയിൻ ഇടിച്ച് മരിക്കുന്നുണ്ട്. ഈ ട്രെയിൻ ഇടിച്ച് മരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ ട്രെയിൻ വരുന്ന സൗണ്ട് അവർ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ റെയിൽവേ ട്രാക്കിനകത്തല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, അതിനോട് തൊട്ടടുത്തായിരിക്കും. അങ്ങനെ ട്രെയിൻ ഹിറ്റ് ചെയ്യുന്നത്, വന്നിടിക്കുന്നത്. ഈ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ടുള്ള റോഡ് ക്രോസിങ്, മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ മൊബൈൽ തിരികിയിട്ടുള്ള യാത്ര, പിന്നെ കഴുത്തിൽ ഇങ്ങനെ മൊബൈൽ വെച്ചിട്ടുള്ള യാത്ര, ഇതൊക്കെ വളരെ അപകടമാണ്. കാർ ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് തന്നെ വളരെ അപകടമാണെന്ന് പറയുമ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും. ബൈക്ക് ചെവിയിൽ വെച്ചിട്ട് ഇയർഫോൺ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട്, അപ്പോൾ വേറെ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്, ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു, ഒന്നും അറിയില്ല. അതിൻ്റെ കൂടെ ചെവിക്കകത്ത് സംസാരം, വേറെ സബ്ജക്റ്റുകൾ സംസാരിക്കുകയാണ്. ആ സബ്ജക്റ്റുകൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും പോയി. നമ്മൾ വേറെ ഒരു ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകണം, ഒരു വാഹനത്തിൽ ഇരുന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ സ്പീഡിനെ കുറിച്ചൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവില്ല. ഇവിടെ കൂടെ പോകുന്നു, പുറയിൽ ആര് വരുന്നു എന്നുള്ള ജഡ്ജ്മെൻ്റ് ഇല്ല. ഇതൊന്നും ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല. അങ്ങനെയാണ് ഭൂരിഭാഷം അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളുടെ യാത്ര ചെയ്യുന്ന റോഡ് ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിരിപ്പ് ഇതിനകത്തൊരു 80% ഉണ്ട്. അത് വണ്ടി ഓടിക്കുന്നവരെ നാച്ചുറലി ഇതുപോലെ റോഡിൻ്റെ ഡിഫക്റ്റ്.